ഈ ജൂലൈ 15 തൊട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേങ്കിൽ ഇത് വൺസ് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കുക, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇതൊരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാർ, കോളേജ് വിദ്യാർത്ഥിനികൾ, ഈ സ്ത്രീകൾക്കൊക്കെ വലിയൊരു തുക ലാഭിക്കാൻ പറ്റും. അപ്പോൾ അവരെ പോക്കറ്റ് മണി മിച്ചാവും. വുമൺ എംപവർമെന്റിന്റെ ലെവലിൽ അത് വേറൊരു ലെവലായിരിക്കും. പക്ഷേ ഈ നാണയത്തിനൊരു മറുപുറമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ KSRTCന്റെ സമാന്തരമായിട്ട് വർക്ക് ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ പ്രൈവറ്റ് ബസ്, ഇവരിത് നന്നായിട്ട് എഫക്ട് ചെയ്യും. കാരണം ഒരിടത്ത് പൈസ ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരുടെ സർവീസ് കുറയാൻ സാധ്യതയുണ്ട്. അവർ ലാഭം പകുതിയായിട്ട് കുറയും. ഓട്ടോക്കാരെ ഇത് മോശമായിട്ട് തന്നെ ബാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്ര ആൾക്കാരുടെ ജോലി സാധ്യതയിൽ ഒരു ഇടിവാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ബസ് സർവീസുകൾ പൂട്ടേണ്ടി വരും, നിർത്തേണ്ടി വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KSRTC എന്ന് പറയുന്നത് വലിയ ലാഭത്തിൽ ഓടുന്നതല്ല. അങ്ങനെ വന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് വൺസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നമുക്കത് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു നല്ലൊരു കാര്യമാണ്, അതൊരു പണിയായിട്ടാണോ വരുന്നത്? നിങ്ങളുടെ കമന്റ്സ് ഒന്ന് അറിയിക്കാം.